രാജ്യത്തെ ജനങ്ങൾ വലിയ ഉത്കണ്ഠയിൽ നിൽക്കുകയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുണ്ടാകുന്ന വിലവർധനവ് രൂക്ഷമായ വിലക്കയറ്റത്തിനും ജീവിതം താറുമാറാക്കുന്നതിനും കാരണമായി തീരുകയാണ്. ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഉത്കണ്ഠയിൽ ജനങ്ങൾ നിൽക്കുകയാണ്. സാർ, ഞങ്ങളുടെ സമരം എന്തിനു വേണ്ടിയിട്ടാണ് ആ സമരം നടത്തിയത് എന്ന് പൊതുസമൂഹം വിലയിരുത്തട്ടെ. ദയവേത് നിങ്ങൾ എങ്ങനെ സമരം നടത്തണമെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്നു. അന്ന് ഭരണഭാരമില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് വി ഡി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ടാക്സ് ടെററിസം അഥവാ നികുതി ഭീകരത എന്നായിരുന്നു വിശേഷണം. MLA ഹോസ്റ്റലിൽ നിന്നും നിയമസഭയിലേക്ക് സൈക്കിൾ ചവിട്ടിയടക്കം പ്രതിപക്ഷ സമരങ്ങൾ നമ്മൾ കണ്ടു. അന്ന് പ്രതിപക്ഷം മാത്രമല്ല, കേരളം ഒന്നാകെ കെഞ്ചി പറഞ്ഞതാണ്, അല്ലെങ്കിൽ തന്നെ മുടിഞ്ഞു മുണ്ടക്കോലെടുത്ത് നട്ടലൊടിഞ്ഞു നട്ടം തിരിയുന്ന ജനത്തിന് അധിക സെസ് അതിക്രമം ചെയ്യരുത്. അന്നത്തെ ധനമന്ത്രി അത് കേട്ടില്ല. അതടക്കം വിഷയങ്ങളാണ് ട്രഷറി ബെഞ്ചിനെ 35 സീറ്റുകളിലേക്ക് വരിഞ്ഞുകെട്ടി പ്രതിപക്ഷത്തേക്ക് ഇരുത്തിയത്. റോള് മാറി. അന്നത്തെ പ്രതിപക്ഷക്കാർ, സമരക്കാർ ഇന്ന് 102 സീറ്റുകളുമായി ഭരണത്തിൽ. നികുതി കുറയ്ക്കുന്ന മണ്ടത്തരം ഇടത് സർക്കാർ കാണിക്കില്ല എന്ന് ഇടത് സർക്കാരിന്റെ മുൻ ധനകാര്യമന്ത്രി ഈ സഭയിൽ വന്ന് സംസാരിച്ചാണ്. അപ്പൊ എന്നോട് മണ്ടത്തരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ മുൻ ധനകാര്യമന്ത്രി എന്നെ ഇപ്പൊ ഉപദേശിച്ചത്? പണ്ട് ഐസക് എന്തോ പറഞ്ഞു എന്നത് പരിചയമാക്കി നികുതി കുറയ്ക്കില്ലെന്ന്. ക്ഷേമ പെൻഷന്റെ പേരും പറഞ്ഞ് ജനത്തിന്റെ മണ്ടക്കടിച്ച് അധിക നികുതി പോലും കുറയ്ക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പരോക്ഷ പ്രഖ്യാപനം. ആഗോള ക്രൂഡ് വില കുത്തനെ ഇടിഞ്ഞ് ബാരലിന് 50 രൂപയ്ക്കും താഴെ പോയ കാലമുണ്ട്. അന്നും അതിന്റെ ഗുണം പൊതുജനത്തിന് കിട്ടിയിട്ടില്ല. ഉടനെ അടിച്ചു കേന്ദ്രം. സ്പെഷ്യൽ നികുതികൾ ഖജാന പെരുക്കിയതാണ്, വില കുറയ്ക്കാതെ നിലനിർത്തിയതാണ്. അക്ഷരാർത്ഥത്തിൽ ജനത്തെ കൊള്ളയടി. ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് റോക്കറ്റ് പോലെ മേൽപോട്ടാണ് വില. ജനം കഷ്ടപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കെ അന്നത്തെ സർക്കാരിനോട് കണിശമായി ചോദിച്ച ചോദ്യം നടപ്പാക്കുമോ എന്നതാണ്. പറഞ്ഞ വാക്ക് പാലിക്കുമോ എന്നതാണ് ചോദ്യം. അതിന് ഐസക് എപ്പോഴോ പറഞ്ഞതല്ല മറുപടി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അദ്ദേഹം ഭരണത്തിലെത്തി 2 ആഴ്ച ആകുകയാണ്. 4 തവണ കേന്ദ്രം ഈ സന്ദർഭത്തിൽ വില വർദ്ധിപ്പിച്ചു. മൗനിയായി ഈ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ മൗനം തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന സമീപനമാണ് അന്നത്തെ സമരം നടത്തിയ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രി എടുക്കുന്ന സമീപനം. ശ്രീ കെ പ്രേംകുമാർ MLA, ശ്രീ വസന്ത് സിറിയക്, CTP ജയേന്ദ്രൻ, ഡോക്ടർ മേരി ജോർജ് എന്നിവർ ചർച്ചയിൽ. അത് ഞാൻ വസന്തിലേക്ക് പോകുന്നു. ശ്രീ വസന്ത് സിറിയക്, നികുതി കുറയ്ക്കുമെന്ന ചോദ്യത്തിന് എല്ലാ ആഴ്ചയും വില കൂടുകയാണ്, അതുകൊണ്ട് എന്തോ കൺഫ്യൂഷൻ, ഇമ്പാക്റ്റ് പഠിക്കണം എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. വില ഇങ്ങനെ കുത്തനെ കൂടുമ്പോൾ ജനം നട്ടപ്രാന്തെടുത്ത് കഷ്ടപ്പെടും എന്നതിന് അത്രയും പഠനത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. ഏത് സാധാരണ രാഷ്ട്രീയക്കാരന് മനസ്സിലാവുന്ന കാര്യമല്ലേ? കഴിഞ്ഞ സർക്കാർ അടിച്ചേൽപ്പിച്ച 2 രൂപ ഇനിയില്ല എന്ന പ്രഖ്യാപനം നടത്താനുള്ള ബുദ്ധിമുട്ട് എന്താണ്? എന്ത് ഇമ്പാക്റ്റ് പഠനമാണ്? ശ്രീ വസന്ത് സിറിയക്. അല്ല, 2 കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 2 ആഴ്ച പിന്നിടുന്നേ ഉള്ളൂ. നിലവിലെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് ധവളപത്രം തയ്യാറാക്കുന്നത്. അത് പുറത്തു വരികയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ പുറത്തു നിന്ന് ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നുവെന്ന് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞവരാണ്. എന്നാൽ പൂച്ചയല്ല അവിടെ പെറ്റി കിടക്കുന്നത്, അവിടെ കാട്ടുപന്നിയാണ് പെറ്റി കിടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് നമുക്കറിയാം. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ കുറച്ചുകൂടി ഒരു ബേസോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം, കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ മുമ്പിൽ അത് എടുത്തു വെക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതിനുകൂടിയാണ് ഞങ്ങൾക്ക് മാൻഡേറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ധവളപത്രം വരേണ്ടതായിട്ടുണ്ട്. ധവളപത്രം ഇപ്പോൾ ഡോക്ടർ മേരി ജോർജ് ഈ ചർച്ചയിലുണ്ട്. മേരി ടീച്ചറൊക്കെ വ്യക്തമായി പറയും. ഒരു ധവളപത്രം വരുമ്പോൾ സ്വാഭാവികമായും ഖജനാവിൻ്റെ അവസ്ഥ മനസ്സിലാവും, അതാത് വകുപ്പുകളുടെ അവസ്ഥ മനസ്സിലാവും, നമുക്കുള്ള കടം എത്രയാണെന്ന് മനസ്സിലാവും. ആ കടം നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എത്ര ദീർഘദൂര വ്യാപകമാണ് എന്നത് മനസ്സിലാവും. അത് മനസ്സിലാക്കിയ ശേഷം വേണം ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ. അല്ലാതെ ഒരു ഇമോഷണൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ കൂടുന്ന കാര്യമല്ല പറയുന്നത്. ഇപ്പൊ ഇന്ധന വില ആഴ്ചയ്ക്ക് മേപ്പോട്ട് കൂടുന്ന കാര്യമല്ല പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കൂടിയതിന്റെ കണക്ക് നോക്കി തലപെരുക്കും. ആ കാര്യമല്ല പറയുന്നത്. അതൊന്നുമില്ലാതെ 2 രൂപ അധികമായി അടിച്ചേൽപ്പിച്ചു ഇല്ലേ? ആ 2 രൂപ കട്ട് ചെയ്താൽ തന്നെ 10,500 രൂപ കൂടി ലാഭം ഇപ്പോഴുണ്ട്. എങ്ങനെ ഈ പറയുന്ന ഇപ്പോൾ ആഴ്ചയ്ക്കാഴ്ച കൂടുന്നതിൽ സംസ്ഥാന ഖജാനയിലേക്ക് കൂടി ആ അധിക നികുതിയുടെ ഇമ്പാക്റ്റ് വന്ന് വീഴുന്നുണ്ട്. ആ 2 രൂപ ഒരു സംഘടനയല്ലാതെ എടുത്തു കളയാം. എടുത്തു കളഞ്ഞ് ആവശ്യപ്പെട്ടവരാണ് നിങ്ങൾ. അത് ചെയ്യണ്ടേ വസന്ത്? അല്ല, നോക്കൂ ഹാഷ്മി, ഇപ്പം നമ്മൾ വിലക്കയറ്റത്തെ നമുക്ക് പെട്രോൾ വില എടുത്തു മാറ്റിക്കൊണ്ട് മാത്രമല്ല
എന്ത് ചെയ്യാൻ പറ്റുക, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക. വിലക്കയറ്റം സർവ്വവ്യാപിയായി മാറിയിരിക്കുകയാണ്. ഏകദേശം ഈ പറയുന്ന പെട്രോൾ ഡീസൽ പ്രൈസ് ഹൈക്ക് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ 10 രൂപയ്ക്ക് പെറോട്ട കഴിച്ചിരുന്നിടത്ത് ഇന്ന് 15 രൂപ കൊടുക്കണം അല്ലേ? ഒരു ചായക്ക് 15 to 20 രൂപയാണ് സാധാ കടകളിലേക്ക് വർദ്ധിച്ച്. 5 രൂപയുടെ വർധനവ് ഒരു ചായക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ പെട്രോൾ വിലയിലൊരു സെസ്സിലൊരു മാറ്റം ഉണ്ടാക്കിയതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം, ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് അത് ജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ തക്ക മണ്ടത്തരം ഏതായാലും തോമസ് ഐസക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ UDF ഗവൺമെന്റിന് ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് അതിന് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് ആവശ്യം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ എന്താണ് ആവശ്യം? അതിന് സപ്ലൈകോകൾ, ഇതെല്ലാം ആയിക്കോട്ടെ. എന്റെ ചോദ്യം ശരിയാണ്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള ഭാഷയല്ല ഭരണത്തിലിരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ആ ഭാഷയിലെ സ്വരമാറ്റം ഞാൻ തിരിച്ചറിയുന്നുമുണ്ട്. അത് ഒരുപക്ഷെ സ്വാഭാവികമാകും താനും. എന്റെ ചോദ്യം, ഈ 2 രൂപ എന്ന് പറയുന്നത് അക്രമമാണ്, ഇത് കൊള്ളയാണ്, അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരെ പിടിച്ചുപറിക്കലാണ്, ഇത് ശാസ്ത്രീയമല്ല എന്നൊക്കെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞവരല്ലേ നിങ്ങൾ? ആ 2 രൂപ കട്ട് ഓഫ് ചെയ്യുന്നതിന് എന്താണ് നിങ്ങൾക്ക് മുന്നിലെ തടസ്സം, പ്രതിബന്ധം? ആഴ്ചക്കാഴ്ച ഇപ്പോൾ വില കൂടുന്നത് പ്രതിബന്ധമാണോ? അല്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ സർക്കാർ വലിയ കടബാധ്യതയുണ്ട്. ആ കടബാധ്യത ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ പൊതുവിതരണ സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. സപ്ലൈകോയിലുണ്ട്, നെല്ല് സംരംഭകർക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ വലിയ കടം ഈ കഴിഞ്ഞ സർക്കാർ ഇറക്കി വെച്ചിട്ട് തോളിലേക്ക് വിഴുപ്പ് ഭാണ്ഡം എടുത്തു വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് ചുമന്നുകൊണ്ട് നടന്നോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പൊതു സംവിധാനത്തെ മുഴുവൻ തകർക്കുന്നതിലേക്ക് പോകും. അപ്പോൾ നിലവിൽ സർക്കാരിന് വരുന്ന ഒരു വരുമാന മാർഗം കട്ട് ഡൗൺ ചെയ്യുമ്പോൾ മറ്റൊരു വരുമാന മാർഗം കണ്ടെത്താതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇത് ഡേ ടു ഡേ അഫയേഴ്സ് ആണെന്നേ. ഇത് സപ്ലൈകോയ്ക്ക് പൈസ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിൽ ഒരു വീട്ടിൽ ചെയ്യുന്നത് പോലെ അത്രമാത്രം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അവരെ ഇനിയും കടത്തിൽ നിർത്താൻ ഇനിയും ഇപ്പം 3000 കോടിയാണ്, 2900 കോടി രൂപയാണ്. അത് 3000 ആവട്ടെ, 3500 ആവട്ടെ, 4000 ആവട്ടെ എന്ന് പറഞ്ഞാൽ സപ്ലൈകോ തകരും. സപ്ലൈകോ തകരുമ്പോൾ എന്താ പ്രശ്നം? അപ്പോ ഈ കരിഞ്ചന്ത അല്ലെങ്കിൽ ഈ പ്രൈവറ്റ് മാർക്കറ്റിന്റെ വില കൂടും. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞാനൊക്കെ രൂക്ഷമായ വിമർശനമാണ്. ധനമന്ത്രി KN ഗോപാലഗോപാലിനെ കഠിനമായ ഭാഷയിൽ വിമർശിച്ചാണ് 2 രൂപ അധിക നികുതി. കാരണം എന്താണ്? അന്ന് കോവിഡിന്റെ ബാക്കി സമയമാണ് ഇങ്ങോട്ട്. ജനം അല്ലെങ്കിൽ തന്നെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. അതിനിടയിൽ ഇന്ധനവില അങ്ങ് പീക്ക് നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് 2 രൂപ വർധന. അന്ന് എനിക്കൊപ്പം ഞാൻ പറഞ്ഞ നിലപാടുകൾ ശരിയാണെന്ന് വാദിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ അന്ന് CPM പറഞ്ഞ എന്താണ്? അന്ന് താങ്കളുടെ സീറ്റിലിരുന്ന ഭരണപക്ഷക്കാരനായ CPM വിരോധി പറഞ്ഞ എന്താണ്? അവിടെ കേന്ദ്ര സർക്കാർ നമ്മളെ ഫണ്ടില്ലാതെ നമ്മളെ കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു, നമുക്ക് വരുമാനം വേണ്ടേ, ക്ഷേമ പെൻഷൻ കൊടുക്കണ്ടേ, അതുകൊണ്ട് 2 രൂപ എന്നാണ് പറയുന്നത്. അതേ ഭാഷ താങ്കൾ ഇപ്പോൾ പറയാണ്. അത് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് പിടിച്ചുപറിയല്ല എന്ന നിലപാട് മാറ്റം നിങ്ങൾക്കുണ്ടായോ? രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഇല്ല, 2 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ 2 രൂപ അധിക സെസ് കട്ട് ഡൗൺ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പൂർണ്ണമായും. ഞങ്ങൾ പറഞ്ഞ എന്താ, അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിൽ എന്ന് ഞങ്ങൾക്ക് പഠിക്കണം. അതിന് ഒരാഴ്ച സമയം താന്നേ, ഒരാഴ്ചക്കുള്ളിൽ ധവളപത്രം വരില്ലേ? ആ ഇമ്പാക്റ്റിനെ എങ്ങനെയാണ് പാച്ചപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പഠിക്കണം. അത് പഠിക്കുക. അത് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണോ ആവശ്യം, അതോ പ്രൈസ് കട്ട് ഡൗൺ ആണോ? എക്കണോമിക്കലി പറഞ്ഞാൽ പ്രൈസ് കട്ട് ഡൗൺ ചെയ്യുകയാണോ മാർക്കറ്റിൽ കൂടുതൽ ഇടപെടുകയാണോ വേണ്ടത്? മാർക്കറ്റ് ഇന്റർവെൻഷൻ ആണ് വേണ്ടത് എന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർ പറയുന്നതെങ്കിൽ സ്വാഭാവികമായി നമുക്ക് പ്രൈസ് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ 2 രൂപ അധിക സെസ് ഒഴിവാക്കാൻ പറ്റില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പൈസ കൂടി ഉപയോഗിച്ചുകൊണ്ട് സപ്ലൈകോ അടക്കമുള്ള പൊതു വിതരണ സംവിധാനം അതിനാവശ്യമായ പണം ആവശ്യമാണ്. നിങ്ങൾ പിടിച്ചുപറിയെന്ന് വിശേഷിപ്പിച്ചാണ് സെസ്. അന്ന് ഞാൻ പിടിച്ചുപറിയെന്ന് വിശേഷിപ്പിച്ചാണ് സെസ്. ആ പിടിച്ചുപറി ഇപ്പോഴും നിങ്ങളുടെ സർക്കാർ തുടരുകയാണ്. ആ പിടിച്ചുപറി സർക്കാർ എന്താ ഭരണം മാറി പിടിച്ചുപറി അല്ലാതായോ? ഞാൻ അതിനകത്തൊരു ഒരു മുൻകാല ഉദാഹരണം അങ്ങനെ ഓർമ്മിപ്പിക്കാം. ഓണക്കാലത്ത് മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടി 260 കോടി രൂപയാണ് അതിന് തൊട്ടു മുമ്പുള്ള ബഡ്ജറ്റിൽ ബാലഗോപാൽ മാറ്റിവെച്ചത്. ഈ 260 കോടി രൂപ മാറ്റിവെച്ച ശേഷം അദ്ദേഹം എന്താ ചെയ്തത്? ഈ 2 രൂപയുടെ സെസ് വർദ്ധിപ്പിച്ചു. അപ്പോൾ കംപ്ലീറ്റ്ലി അൺഎക്കണോമിക്കൽ ആയിട്ടുള്ള ഡിസിഷനുകളാണ് ആ ഗവൺമെന്റ് എടുത്തത്. പക്ഷെ അങ്ങനെ എടുത്തു ചാടി വൈകാരികമായി ഇമോഷണൽ ഡിസിഷൻസ് എടുത്ത് മാർക്കറ്റിനെ, ഇക്കണോമിയെ തകർക്കുക എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പോകാൻ തൽക്കാലം സാധിക്കില്ലെന്നേ. നമ്മളെ സംബന്ധിച്ച് മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് ഭംഗിവാക്ക് പറയുന്നില്ലെങ്കിലും നമ്മൾ വലിയ കടത്തിലാണ്. നമ്മുടെ പൊതു സംവിധാനം തന്നെ തകരുന്ന അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ എത്തിച്ചത് ആരാണ്? ഞങ്ങൾ ഒരു സെക്കൻഡ് വെറുതെ ആരോപണം ഉന്നയിക്കല്ലോ ഹാഷ്മി. ഞങ്ങൾ തെളിവടക്കം പറയാം നിങ്ങളോട്, ഹാഷ്മിയോട്, കേരളത്തിന്റെ പൊതുസമൂഹത്തോട് എന്ന് ഞങ്ങൾ പറയുന്നില്ലേ? അതിനാണല്ലോ വൈറ്റ് പേപ്പർ വരുന്നത്. ആ വൈറ്റ് പേപ്പർ വരുമ്പോൾ ആരാണ് ഇതിന് തുരങ്കം വെച്ചത് എന്നത് മനസ്സിലാവില്ലേ? അതിനുശേഷം അത് പാച്ചപ്പ് ചെയ്യാൻ, അത് കറക്റ്റ് ചെയ്യാൻ എന്ത് മെഷീനറി വേണം എന്ന് ആ വൈറ്റ് പേപ്പർ പറയും. അത് ചെയ്യും. അതിൽ ഇപ്പോ സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ പറയുന്നത് ഈ അങ്ങ്
അടക്കം സൂചിപ്പിക്കുന്ന ഈ അധിക സെസ് ഉണ്ടല്ലോ അത് കുറയ്ക്കുന്നതാണ് നല്ലത് എന്നൊരു ഡിസിഷനിലേക്കാണ് എത്തുന്നെങ്കിൽ അത് എത്തും, ഒരു സംശയം വേണ്ട, അതിലേക്ക് എത്തും. പക്ഷേ അങ്ങനെയല്ല, ഇതിപ്പോ അനിതര സാധാരണമായ ഒരു അവസ്ഥയാണ്. യുദ്ധത്തിൻ്റെതായിട്ടുള്ള ജനം കഷ്ടപ്പെടുമ്പോ 2 രൂപ കുറയ്ക്കും എന്ന് പറയുന്നത് വൈകാരിക പ്രഖ്യാപനമാവുന്നത് എങ്ങനെയാണ്? അത് ജനത്തിനൊരു സർക്കാർ നൽകുന്ന സ്വാഭാവികമായ നീതിയാണ്. ആ സമയത്ത് 2 രൂപ വർധന അനീതിയായിരുന്നു, ആ അനീതി പിൻവലിക്കുന്നു. 2 രൂപയുടെ നീതി എന്ന് പറയുമ്പോൾ അത് വൈകാരികമാവില്ല. അങ്ങനെ ഞങ്ങൾ നികുതി ഭീകരത എന്ന് വിളിച്ചത് വൈകാരികതയാണ്. അങ്ങനെ ഞങ്ങൾ സൈക്കിളുമായി സഭയിലേക്ക് പോയത് വൈകാരികതയാണ്. അല്ലേ, ആ നികുതി ഭീകരതയുടെ സമയത്ത് ഈ പറയുന്ന എന്താണ് യുദ്ധത്തിന്റെ അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടോ? സർക്കാരിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രതിസന്ധി അന്ന് ഉണ്ടോ? ഇല്ല. അന്ന് ജനത്തെ നേരിട്ട് ബാധിക്കുന്ന കോവിഡ് അടക്കമുള്ള വിഷയങ്ങളാണ് മുമ്പിലുണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ സർക്കാരിൻ്റെ ഈ പറയുന്ന ഫോറിൻ റെമിറ്റൻസ് അടക്കം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വരാനുള്ള പണത്തെ ആകെ പിടിച്ചു വെക്കുന്ന രീതിയിൽ യുദ്ധത്തിൻ്റെ അവസ്ഥ ലോകത്താകെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ പ്രത്യേകമായുണ്ട്. കാര്യം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഔട്ട് ഓഫ് ഇതിനൊക്കെ കാരണം യുദ്ധമാണെന്ന് കേന്ദ്രവാദം അങ്ങ് ആവർത്തിക്കില്ലേ? അങ്ങനൊന്നുമല്ല. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ കാരണം യുദ്ധമാണ് എന്നങ്ങ് ആവർത്തിക്കല്ലേ? കേന്ദ്രവാദമാണെന്ന് പറയുന്നത് അങ്ങനെയല്ല. അതൊന്നും അല്ല കാര്യം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ പ്രേംകുമാർ MLA ഇവിടെ വിലക്കയറ്റത്തിനെതിരെ CPM സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല കാര്യം. ഇന്നത്തെ ജനത്തെ ബാധിക്കുന്ന വിഷയം ഏറ്റെടുക്കുന്നത് പ്രതിപക്ഷമല്ലാതെ മറ്റാരാണ്? പക്ഷേ ഇവിടെ ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് നേരത്തെ വസന്ത് പറഞ്ഞ പോലെ ആഴ്ച 2 ആവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിലക്കയറ്റത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തിൻ്റെ പേര് കേരളമെന്നാണ്. അപ്പോൾ CPMന്റെ സമരം എന്താണ്, മുൻകാല പ്രാബല്യത്തിലെ സമരമാണോ ശ്രീ പ്രേംകുമാർ MLA? അതെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ ചുരുക്കം സമയം കൊണ്ട് ഗവൺമെൻറ് ചെയ്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പൂച്ചവല്ല പന്നിയാണ് പെറ്റ് കിടക്കുന്നത് എന്ന് ഈ പാനലിൽ പങ്കെടുക്കുന്ന സുഹൃത്ത് ഇവിടെ പറഞ്ഞല്ലോ. ആ ഖജനാവ് നോക്കിയല്ലേ ആശാ വർക്കർമാർക്ക് 3000 രൂപ 21,000 ആക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത്ര വർദ്ധിപ്പിച്ചില്ലെങ്കിലും 3000 രൂപ അവർക്ക് അവരുടെ ഓണറേറിയത്തിൽ വർധനവ് വരുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചത് നമ്മളത് കണ്ടല്ലോ. മാത്രമല്ല KSRTCയിൽ സൗജന്യ യാത്ര, ഡീസലിൻ്റെ വില വർധനവ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ ഇവിടെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. അത് പഠിച്ചിട്ട് ചെയ്യാമെന്നല്ലല്ലോ തീരുമാനിച്ചത്. അതിന് സമയം വേണം, ഞങ്ങൾ ഒന്ന് ആലോചിക്കട്ടെ എന്നല്ലല്ലോ പറഞ്ഞത്. അപ്പോൾ അത്തരം തീരുമാനങ്ങളെല്ലാം സർക്കാരിന് എടുക്കാൻ കഴിയും. സർക്കാർ എടുക്കുകയും ചെയ്തു, അത് പറയുകയും ചെയ്തു, അത് പ്രാവർത്തികമാക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്തു. ഇനി അതവിടെ നിൽക്കട്ടെ. എണ്ണ കമ്പനികൾക്ക് ഇതിൻ്റെ ഭാഗമായി പൊതുവിൽ നമ്മുടെ രാജ്യത്ത് എണ്ണ കമ്പനികൾ കൊള്ളയടിച്ച സംഖ്യ 2 ലക്ഷം കോടി രൂപയാണ് എന്നതാണ് മനസ്സിലാകുന്നൊരു കാര്യം. ആരാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നിശ്ചയിക്കാനുള്ള അധികാരം? കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നത് പോലെ എണ്ണ കമ്പനികൾക്ക് കൊടുത്തത് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് അല്ലേ, UPAയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അല്ലേ? ആ നയമല്ലേ ഇപ്പോൾ BJP NDA രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ? 1 ലിറ്റർ പെട്രോളിന് 7 രൂപ 35 പൈസ, 1 ലിറ്റർ ഡീസലിന് 7 രൂപ 53 പൈസ കഴിഞ്ഞ 11 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിച്ചാൽ മിനിമം പറയേണ്ട ഒരു കാര്യം എന്താ? ഞങ്ങളുടെ ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സമയം വേണമെന്നാണോ പറഞ്ഞത്? അതിന് നേരെ തോമസ് ഐസക്കിനെയാണല്ലോ പഴിചാരിയത്. ഇപ്പോൾ തോമസ് ഐസക്ക് സഭയിലില്ല, അതുകൊണ്ട് ബാലഗോപാലിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി ചെയ്ത ഒരു തെറ്റായ കാര്യം, തോമസ് ഐസക്ക് പറഞ്ഞ മണ്ടത്തരം ആവർത്തിക്കാനല്ലല്ലോ മുഖ്യമന്ത്രി VD സതീശന് കേരളത്തിലെ ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തത്, UDFന് മാൻഡേറ്റ് കൊടുത്തത്. ആ മാൻഡേറ്റ് എന്തിനുള്ള മാൻഡേറ്റാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാനുള്ള മാൻഡേറ്റാണ്. ഇടതുപക്ഷം ചെയ്തത് ശരിയായിരുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ കൃത്യമായി മനസ്സിലാവുന്നത് അതിൻ്റെ തുടർച്ചയിൽ ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു നിലപാട് പറയാൻ പറ്റുന്നുണ്ടോ? മറ്റ് കാര്യങ്ങളിൽ നിലപാടാവാം, ഇതിന് കൂടുതൽ ആലോചിക്കണം, ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തണം എന്ന് പറയുകയാണ്. അതിലെന്ത് ആത്മാർത്ഥതയാണ് കോൺഗ്രസിനുള്ളത്, UDFനുള്ളത്? അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നതിൽ എന്ത് വ്യക്തതയാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്? ഇപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ബസ് ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരില്ലേ? ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരില്ലേ? സമൂഹത്തിലെ എല്ലാ നിലയിലുമുള്ള പ്രധാനപ്പെട്ട നമുക്ക് നാടിൻ്റെ എല്ലാ മേഖലയിലും ഈ വിലക്കയറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ രൂക്ഷത വർദ്ധിച്ചു വരുന്ന ഒരു അന്തരീക്ഷമല്ലേ ഉള്ളത്? അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി
അടിയന്തരമായിട്ട് പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ് തയ്യാറാവുന്ന സാഹചര്യം ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ മാത്രമല്ല, ഇപ്പം നിങ്ങൾ നോക്കൂ, രാസവളത്തിൻ്റെ വില, അതുപോലെ തന്നെ ചരക്കുകൂലി, കൃഷിയുമായി ബന്ധപ്പെട്ട് യാത്രാ കൂലി, ഇതെല്ലാം വർദ്ധിക്കുകയല്ലേ. അപ്പോൾ ഇതിന് ഒരു പരിഹാരം കാണാൻ ഒരു ഗവൺമെൻറ്റിന് സ്ഥലം മാറ്റാൻ ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. എത്ര പേരെയാ സ്ഥലം മാറ്റിയത്? ഇവിടെ സംസ്ഥാനത്ത് 1792 ആളെ സ്ഥലം മാറ്റി. 4-ാം തീയതി ഗവൺമെൻറ് വന്നു, 5-ാം തീയതി തന്നെ സ്ഥലം മാറ്റി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള തർക്കം തീർക്കാൻ അവർക്ക് 10 ദിവസം എടുത്തു. പറയുന്നത് യുക്തിയുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയിട്ട് ഇത്ര ദിവസമായിട്ടുള്ളൂ. സർക്കാരിന്റെ യഥാർത്ഥ ഫിനാൻഷ്യൽ അവസ്ഥ എന്താണെന്നുള്ള കാര്യം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ധവളപത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ മാത്രം പഠിക്കുന്നതല്ല, ഒരു വിദഗ്ധ സമിതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല എന്നു മുഖ്യമന്ത്രി സഭയിൽ പറയുന്നുണ്ടായിരുന്നു. 5000 ചില്ലുവാനം കോടി ബാക്കിയുണ്ടെന്ന് പറയുമ്പോഴും 3000 കോടി നിങ്ങൾക്ക് സിവിൽ സപ്ലൈസ് അടക്കം കൊടുക്കാൻ ബാക്കിയാണ്. അത് കൊടുത്താൽ മാത്രമേ മാർക്കറ്റ് ഇൻവെൻഷൻ സാധ്യമാവും. അതുകൊണ്ട് ഈ സാമ്പത്തികാവസ്ഥ ഒന്ന് പഠിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് ആലോചന എന്നതിൽ യുക്തിയുണ്ടോ ശ്രീ പ്രേംകുമാർ? നമ്മളിപ്പോൾ സ്ഥലം മാറ്റമോ ബാക്കി ഏതെങ്കിലും കാര്യം പോലെ അല്ലല്ലോ. യുക്തിയുമില്ലെന്നേ, അങ്ങനെ അല്ല, സ്ഥലം മാറ്റല്ല ഞാൻ പറഞ്ഞത്. സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ പഠിക്കാൻ. സ്ഥലം മാറ്റത്തെ സംബന്ധിച്ചൊരു സോഷ്യൽ ഇമ്പാക്റ്റും ഇല്ല. അതിനകത്ത് വനിതകളുടെ അപേക്ഷ കൊടുത്ത് മാത്രം സ്ഥലം മാറ്റേണ്ട ക്ലാസ് 4 ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ സ്വന്തം നിലയിൽ അപേക്ഷ കൊടുത്താൽ മാത്രം സ്ഥലം മാറ്റാവുന്ന ക്ലാസ് 4 ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥലം മാറ്റുന്നതിന് ഒരു മാനദണ്ഡവും ഇല്ല. അതിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റും പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് സർക്കാരിന് ഇവിടെ ആശാമാരുടെ ഓണറേറിയം 3000 രൂപ വെച്ച് വർദ്ധിപ്പിച്ചത് സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തിയിട്ടും ധവളപത്രം നോക്കിയിട്ടുമാണോ? KSRTCയുടെ ഭാഗമായി നിലവിൽ സ്ത്രീകൾക്ക് ഇവർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾക്കും അതിനുള്ള മാൻഡേറ്റ് ഉണ്ട്. പക്ഷേ ആ മാൻഡേറ്റ് നടപ്പിലാക്കാൻ ഞങ്ങൾ ധവളപത്രം ഇറക്കട്ടെ എന്ന് തീരുമാനിച്ചോ? അപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലത് നടപ്പിലാക്കാൻ ഒന്നും വേണ്ടല്ലോ. ജനങ്ങൾ ഇങ്ങനെ അതിനേക്കാൾ എത്രയോ ഏറെ ജനങ്ങൾ കഷ്ടപ്പെടുന്ന കേരളത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരും കെടുതി അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ 1 ലിറ്റർ പെട്രോളിന് 2 രൂപ ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു എന്ന് പറയാൻ 2 രൂപ അധികം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 രൂപ 35 പൈസ പെട്രോളിനും 7 രൂപ 53 പൈസ ഡീസലിനും വില കൂടിയപ്പോൾ 11 ദിവസമായി കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി വില കൂടിയപ്പോൾ ഒരു വാക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് പറഞ്ഞോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അപ്പോൾ അതൊന്നും പറയാൻ തയ്യാറല്ല. അത് വേറൊരു പ്രശ്നമാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല, വിഷയം അതല്ല എന്നതുകൊണ്ട്. അപ്പോ ഇവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, പക്ഷേ ചെയ്യില്ല. വരുമാനം ഞങ്ങൾ നോക്കട്ടെ, സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം. ധനമന്ത്രി ബാലഗോപാൽ കൂട്ടിയ അല്ലെങ്കിൽ 2 രൂപ സെസ് കുറയ്ക്കാൻ യാതൊരു സങ്കീർണതയോ ഏതെങ്കിലും തരത്തിൽ പഠനത്തിന്റെ ആവശ്യമില്ല. അതില്ല, ബാക്കി കാര്യം ഞങ്ങൾ പഠിച്ചു പരിശോധിക്കുമെന്ന് പറയാൻ ഒരു പ്രശ്നവുമില്ല. എന്തായാലും നമുക്ക് അതിലേക്ക് എത്താം. ഇപ്പോൾ പ്രേക്ഷകർ നേരത്തെ സ്ക്രീനിൽ കണ്ടതാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനും പ്രതിപക്ഷാംഗങ്ങളും MLA ഹോസ്റ്റലിൽ നിന്നും നിയമസഭയിലേക്ക് സൈക്കിൾ നടത്തിയ യാത്ര. ശ്രീ ടി പി കേന്ദ്രമാഷെ, പണ്ട് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ അങ്ങ് അതിലുണ്ടായിരുന്നോ എന്നറിയില്ല. ഈ പറയുന്ന കാളവണ്ടി ചവിട്ടിയും ഈ പറയുന്ന സാധനമൊക്കെ ഉരുട്ടിക്കൊണ്ടുള്ള സമരവും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ശോഭാ സുരേന്ദ്രൻ വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കുന്നതും പെട്രോൾ ലിറ്റർ 50 രൂപ ഞങ്ങൾ തരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ട്. ടി പി കേന്ദ്രമാഷെ, ഇന്ധനവില കുത്തനെ ഇടിയുമ്പോൾ അവിടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഇട്ട് അതിൻ്റെ ഗുണം ജനത്തിലേക്ക് എത്താതിരിക്കാൻ കേന്ദ്രം കണിശമായി ജാഗ്രത കാണിച്ച് പോയ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ലക്ഷക്കണക്കിന് കോടികളുടെ അധിക വരുമാനം അതുവഴി കേന്ദ്രത്തിന് കിട്ടിയിട്ടുമുണ്ട്. നേരത്തെ കെ പ്രേംകുമാർ MLA പറഞ്ഞ എണ്ണ കമ്പനികളുടെ അധിക വരുമാനം കൂടാഞ്ഞ് യുദ്ധ സാഹചര്യത്തിൽ വില കൂടുമ്പോഴും ആ വില പിടിച്ചു നിർത്താനുള്ള പ്രഥമ ബാധ്യത കേന്ദ്രത്തിനാണ്. ഇവിടെ ചോദ്യം യഥാർത്ഥത്തിൽ സംസ്ഥാനത്തോടോ സംസ്ഥാനങ്ങളോടോ വീഡിയോടോ ആണോ ചോദിക്കേണ്ടത്, അതോ കേന്ദ്രത്തോടാണോ ശ്രീ ടി പി? ഹാഷ്മി എല്ലാവരോടും ചോദിക്കണം. പക്ഷേ ഈ ചർച്ചയ്ക്കിടയിൽ അറിയാതെ ഹാഷ്മി പറഞ്ഞു പോയ ഒരു പരമാർത്ഥമുണ്ട്. ഓയിൽ വില വർദ്ധിക്കുന്നതിൻ്റെ മുമ്പ് കഴിഞ്ഞ 12 മാസക്കാലമായി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. തൊട്ടടുത്ത് നിൽക്കുന്ന കർണാടകയേക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു കേരളം എന്ന് പറയുമ്പോൾ ഓയിൽ വിലയുടെ വർധനവ് വിലക്കയറ്റത്തിനിടയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അത് മാത്രമാണ് ഈ കേരളത്തിലെ വിലക്കയറ്റത്തിന് കാരണമെന്ന് ഹാഷ്മിക്ക് സമ്മതിക്കാൻ സാധിക്കുമോ? അല്ല, അതിൽ പ്രധാന കാരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ ഹാഷ്മി. തുടക്കത്തിൽ മറ്റുള്ളവരോട് കാണിച്ച ഒരു മര്യാദ ആദ്യത്തെ ഒരു 5 മിനിറ്റിലെങ്കിലും എനിക്ക് നിങ്ങൾ അനുവദിച്ചു തരിക, എന്നിട്ട് നിങ്ങൾ ഇടപെട്ട് കൗണ്ടർ ചോദ്യം ചോദിച്ചോളൂ. നോക്കൂ, ഇന്ത്യ രാജ്യത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആവറേജ് 3.8 ആണ്. കഴിഞ്ഞ 12 മാസമായി ഹാഷ്മി തന്നെ പറഞ്ഞു 9.84 ആണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിലെ ഈ വിലക്കയറ്റത്തിന് കാരണം കഴിഞ്ഞ 10-15 ദിവസത്തിനിടെ ഉണ്ടായ എണ്ണവില വർധനവ് മാത്രമാണോ?
ഇനി താങ്കൾ പറയുന്ന മാതിരി എണ്ണവില വർധനവും മാത്രമാണെങ്കിൽ എൻ്റെ ചോദ്യം 12 രൂപ കുറവാണ്. അതായത് നരേന്ദ്രമോദി വർദ്ധിപ്പിച്ച എണ്ണവില നിലവിൽ വരുന്നതിൻ്റെ മുമ്പ് കേരളത്തിലെ എണ്ണവില കർണാടകയെക്കാളും എൻ്റെ ഗ്രാമത്തിന് തൊട്ടപ്പുറത്തുള്ള മാഹിയേക്കാളും 12 രൂപ കുറവാണ്. അപ്പോൾ അതെന്താണ് കാട്ടി അങ്ങനെ വില കയറിയ പശ്ചാത്തലം? ഇവിടെ ഒരു കാര്യം ഞാൻ താങ്കളോട് ഉറക്കെ പറയാം. താങ്കൾ വരികൾക്കിടയിലൂടെ താങ്കളെപ്പോലൊരു മാധ്യമപ്രവർത്തകൻ അറിയാഞ്ഞിട്ടാണ് എന്ന വിശ്വാസമൊന്നും എനിക്കില്ല ഈ കളവ് ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഒരു കാര്യം ശരിയാണ്, ഇന്ത്യ രാജ്യത്തെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞപ്പോഴും ഇന്ത്യ എണ്ണവില കൂടാതെ കൂട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു കാര്യം താങ്കൾക്ക് അറിവില്ലാത്തതാണോ? 2014 മുമ്പ് എങ്ങനെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്തെ എണ്ണയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തിയത്? ആരുടെയും ഔദാര്യമൊന്നുമല്ല, സബ്സിഡി കൊടുത്തിട്ടൊന്നുമല്ല. ഓയിൽ പൂൾ ഡിഫിഷ്യൻസി പരിഹരിക്കാൻ ഈ UPA സർക്കാർ ചെയ്തത് 1,34,000 കോടി രൂപയുടെ കടപ്പത്രം 8.4% പലിശ നിരക്കിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തു. താങ്കൾക്കറിയുമോ? അത് BJP ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. 3,28,000 കോടി രൂപയാണ് മുതലും പലിശയും ചേർത്ത് തിരിച്ചെടുത്തത്. അതിൻ്റെ ഫലമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്. ആ കടബാധ്യത ഇന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനില്ല. അതൊന്നും ഇതിനുള്ള ന്യായീകരണമല്ല. ഇനി താങ്കൾ പറയുന്ന മാതിരിയിൽ എണ്ണവില വർധനവാണ് കാരണമെങ്കിൽ എണ്ണവില വർധനവിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയമാണോ? അത് ഇറാൻ അമേരിക്ക യുദ്ധമല്ലേ? അതിൻ്റെ ഫലമായിട്ടല്ലേ ഉണ്ടായത്? ഇനി ഇവിടെ കോൺഗ്രസ്സുകാർ പറയേണ്ട ഉത്തരം, ഇവരുടെ പ്രകടന പത്രികയിൽ ഒരു വാചകം ഉദ്ധരിച്ചിരുന്നെങ്കിൽ നമുക്കാർക്കും ഒരു പരാതിയുമില്ല. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി പഠിച്ചിട്ട് ഞങ്ങൾ ചെയ്യാം. പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ സാമ്പത്തിക നിലയെക്കുറിച്ച് വിവരമില്ല, അറിവില്ല എന്ന് വസന്ത സിറിയക്ക് സമ്മതിച്ചാൽ ഞാൻ സമ്മതിച്ചു. ഈ നാട്ടിലെ ഏതൊരു പച്ച കുട്ടിക്കും അറിയില്ലേ ഹാഷ്മി കേരളത്തിലെ സാമ്പത്തിക നില കടക്കടിയിലാണ് എന്ന്? അതുണ്ടാക്കിയത് ഇവർക്കും പങ്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന മാസം 15-ാം തീയതി ഞങ്ങൾ ബസ്സിൽ സൗജന്യമാക്കും, കയറിയ ഉടനെ ഞങ്ങൾ ഈ കൊള്ള അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു വാഗ്ദാനം നൽകിയതിൻ്റെ കോളം ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, പ്രതിപക്ഷത്തിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ ഭരണരംഗത്തിരിക്കുന്നവർ സംസാരിക്കാൻ പറ്റില്ല. കേരളത്തിലെ വിലക്കയറ്റത്തിൻ്റെ കാരണങ്ങൾ ഇതിൽ വ്യക്തമായിട്ടുണ്ട്. 2 രൂപ സെസ് പിണറായി വിജയൻ്റെ കാലത്തിലെ കൊള്ള എൻ്റെ ഇടതുപക്ഷ പ്രതിനിധി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. താങ്കൾ നടത്തിയ കൊള്ള ഇവരോട് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നതിൽ അയുക്തിയൊന്നുമില്ലെങ്കിലും ധാർമ്മികതയുണ്ടോ എന്ന് താങ്കൾ കൂടി ചിന്തിക്കുക. അതുകൊണ്ട് ഹാഷ്മി, വാക്ക് പാലിക്കാൻ ഇവർ തയ്യാറാകണമെന്നുള്ളതാണ് BJPയുടെ ഇതിനുള്ള മറുപടി. ഓക്കെ ശ്രീ ജയേന്ദ്രമാഷ്, ഇവിടെ റഷ്യയിൽ നമുക്ക് എന്താണ് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടിക്കൊണ്ടിരുന്നത്. കോവിഡ് കാലത്ത് നമ്മൾ റഷ്യയിൽ ധാരാളം എണ്ണ വാങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് പിടിച്ചിരുത്താൻ പറ്റിയായിരുന്നു കേട്ടോ. ഇപ്പം നമുക്കിനി അമേരിക്കൻ തമ്പ്രാൻ അവിടുന്ന് എണ്ണ വാങ്ങിക്കാൻ സമ്മതിക്കുമോ? അവർ പറയുന്നിടത്തൊക്കെ എണ്ണ വാങ്ങേണ്ട അവസ്ഥയല്ല. അപ്പോൾ ഇനി വില കൂടിക്കൊണ്ടിരിക്കും. ആ വില കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇനിയും നമ്മൾ പൊതുജനം അനുഭവിച്ചുകൊണ്ടേയിരിക്കണം എന്നാണോ CTP? അല്ല, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നില്ല എന്നുള്ള അറിവ് ഹാഷ്മിക്ക് എവിടെയാണ്? വാങ്ങാൻ തുടങ്ങിയ കാലത്ത്, യുദ്ധം തുടങ്ങിയ കാലത്തും താങ്കൾ ഈ പറഞ്ഞ തമ്പ്രാൻ, ആ തമ്പ്രാൻ്റെ തിട്ടൂരം അന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ തമ്പ്രാൻ്റെ തിട്ടൂരത്തിൻ്റെ പേരിലായിരുന്നെങ്കിൽ അന്ന് ആ എണ്ണ വാങ്ങാൻ നിൽക്കുമായിരുന്നില്ലേ? ഇറാനിൽ നിന്ന് ഇന്ത്യ ഈ ഇടപാട് ഇപ്പോഴും നടത്തുന്നില്ലേ? അതും തമ്പ്രാൻ്റെ തിട്ടൂരം കൊണ്ടാണോ? നിയമങ്ങളൊക്കെ ഹാഷ്മിയെ പോലൊരു മാധ്യമ പ്രവർത്തകൻ ഞാൻ പഠിപ്പിക്കാം. അല്ല TP, തമ്പ്രാന്റെ തിട്ടൂരം നമ്മൾ അനുസരിച്ചു ഞാൻ പറഞ്ഞതല്ല. താങ്കളൊരു അത് പറഞ്ഞോളെ കേൾപ്പിച്ചോട്ടെ ഒന്ന്. അത് പറഞ്ഞോളെ ഞാൻ കേൾപ്പിച്ചോട്ടെ. താങ്കളുടെ സമർത്ഥനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അതൊക്കെ താങ്കൾ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഹാഷ്മിയെ പോലൊരു മാധ്യമ പ്രവർത്തകൻ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ക്രയവിക്രയങ്ങളും അന്താരാഷ്ട്ര തലത്തിലുള്ള വിദേശകാര്യ ഇടപെടലുകളും അതിന്റെ പ്രത്യേകതകളൊന്നും അറിയാത്തുള്ളതല്ലോ. ഇതേ തമ്പ്രാൻ മറ്റു ചില കാര്യങ്ങളും പറഞ്ഞത് ഹാഷ്മിക്ക് ഓർമ്മയില്ലേ? അതൊക്കെ നിലവിലുണ്ടോ ഹാഷ്മി? അല്ല TP, ഞാൻ പറഞ്ഞു ഈ തമ്പ്രാന്റെ തിട്ടൂരം നമ്മൾ അംഗീകരിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് റാം മാധവാണ്. ഈ തമ്പ്രാന്റെ തിട്ടൂരം ഞങ്ങൾ അനുസരിച്ചില്ലേ എന്നിട്ട് ഞങ്ങളോട് പണി ചെയ്യാവോ? റാമാധവന്റെ വാക്കുകൾ പ്ലേ ആവോ? We agreed to stop buying oil from Iran. We agreed to stop buying oil from Russia. Facing so much criticism from our Indian opposition, we agreed for 50% tariffs. Agreed means we did not say anything. We maintained our patience. 50% tariffs we agreed. Today, in the new trade deal also, we agreed for 18% tariffs, higher than what it used to be. I mean, TP, റാമാധവ് ആരാന്ന് ഞാൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല, അങ്ങനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം പറയാണ്, നാട്ടിൽ പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പ് ഉയർന്നിട്ടും നിങ്ങൾ പറയും പോലെ ഞങ്ങൾ റഷ്യൻ എണ്ണ കട്ട് ചെയ്തില്ലേ, നിങ്ങൾ പറയും പോലെ താരിഫ് അത് ഞാൻ അംഗീകരിച്ചില്ലേ, പിന്നെ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കാവോ, നമ്മൾ നാളെ കാണണ്ടേ എന്ന് പറയുന്നത് റാമാധവ് അമേരിക്ക പോയി വാഷിംഗ്ടണിൽ പറയാണ്.
ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റാംമാധവിൻ്റെ വീഡിയോ കറക്റ്റ് എടുത്ത് സംപ്രേഷണം ചെയ്യാൻ റെഡിയാക്കി വെച്ച താങ്കളുടെ രാഷ്ട്രീയ ബോധത്തെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ സംസാരിക്കട്ടെ. അദ്ദേഹം ഇങ്ങനെ പലരും പലപ്പോഴും സ്ഥാനത്തും അടർത്തി മാറ്റിയ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടാകാം. ഹാഷ്മി, ഞാൻ ഇതിനോട് തിരിച്ചു ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ തമ്പ്രാൻ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ തമ്പ്രാൻ ഇന്ത്യക്ക് എത്ര താരിഫ് പ്രഖ്യാപിച്ചിരുന്നു? അത് നിലവിലുണ്ടോ? റഷ്യ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അവരുമായുള്ള എണ്ണ ഇടപാട് ഇന്ത്യ നിർത്തിയെന്ന്? ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും അല്ലല്ലോ ഹാഷ്മി നമ്മുടെ വിഷയം. എണ്ണയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന സാങ്കേതികമായുള്ള വർധനവിന് കാരണം ഇന്ത്യ ഗവൺമെൻറ് നയപരമായ വ്യത്യാസമാണോ, ഇടപെടലാണോ, അതോ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു യുദ്ധമാണോ? അതിൻ്റെ പ്രത്യാഘാതം ലോകം മുഴുവൻ ഇല്ലേ? എണ്ണ വില വർദ്ധിപ്പിക്കാത്ത ഏത് രാജ്യമുണ്ട്? ഒന്ന് താങ്കൾ സൂചിപ്പിക്കുമോ ഇവിടെ? അയ്യോ സർ, ഞാൻ താങ്കൾ മിണ്ടുമ്പോൾ ഞാൻ മിണ്ടൂല. ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടില്ല. നിങ്ങൾ അവസാനം വരുമ്പോൾ നിങ്ങൾ ചോദിച്ച ഉത്തരം പറയും. ഞാൻ ഹാഷ്മിയോടാ ചോദിച്ചു. ഹാഷ്മി, ലോക രാജ്യങ്ങൾക്കിടയിൽ ഈ യുദ്ധം നടന്നതിന് ശേഷം എണ്ണ വില വർദ്ധിപ്പിക്കാത്ത ഗൾഫ് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഒഴികെ അവിടെയും ഉണ്ട്. എത്ര രാജ്യങ്ങളുണ്ട്? ഹാഷ്മിയ പട്ടിക ഒന്ന് നിരത്തൂ. ഞാൻ വേറെ ചോദിച്ചോട്ടെ, ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം ടാക്സ് ചുമത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രമാണെന്ന് മാഷ് അറിയില്ലേ? മാഷ ശതകോടിക്കണക്കിന് രൂപ നമ്മൾ ടാക്സായി പിരിച്ച് ഖജനാവ് വെച്ചിട്ടുണ്ട്. ആ പൈസ ഇറക്കിയാൽ മതി, ഇത് പിടിച്ചു നിർത്താൻ പറ്റും. അതല്ലേ നീതി? ഹാഷ്മി ചോദിച്ചാൽ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറയുക. ഞാൻ തിരിച്ച് ഹാഷ്മിയോട് ഒരു ചോദ്യം ചോദിച്ചു. ലോക രാജ്യങ്ങളിൽ ഈ യുദ്ധം ഉണ്ടായതിനു ശേഷം എണ്ണ വില വർദ്ധിപ്പിക്കാത്ത ഏതെങ്കിലും എത്ര രാജ്യങ്ങളുടെ പേര് ഹാഷ്മി എന്റെ മുമ്പിൽ പറയും? ഇല്ല, പറയില്ല. ഒരു രാജ്യം പറയില്ല. ഇതിനേക്കാൾ ഗംഭീരമായ ഹാഷ്മിയൊക്കെ ബഹുമാനിക്കുന്ന ഒരുപാട് രാജ്യം ഒന്ന് പറയൂ. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. ഞാൻ അതിന് മറുപടിയാ പറയുന്നത്. അല്ല മാഷ്, അതിന് മറുപടി ഞാൻ പറയുന്നത്. അതായത് താങ്കൾ ഈ പറയുന്ന രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ നികുതി പിരിക്കുന്ന രാഷ്ട്രം ഇന്ത്യയാണെന്നേ. ഹാഷ്മിയെ നയിക്കുന്നത് വസ്തുതകളല്ല. ടി പി കേന്ദ്രമാഷേ, താങ്കൾ ആ പറയുന്ന രാഷ്ട്രങ്ങളെക്കാൾ കൂടുതൽ ഈ പറയുന്ന പെട്രോൾ ഡീസൽ നികുതി പിരിക്കുന്ന രാഷ്ട്രത്തിന്റെ പേര് ഇന്ത്യ എന്നുള്ളതാണ്. അവിടെ ക്രൂഡ് ഓയിൽ വില 30 രൂപ, കേവലം 30 രൂപ ബാരലുള്ള സമയത്ത് നമുക്ക് അതിന്റെ ഗുണം താഴെത്തട്ട് കിട്ടിയിട്ടില്ല. അന്നും 67 രൂപയാണ് നമ്മുടെ വില. അന്ന് പിരിച്ചു കിട്ടിയ ശതകോടികൾ, എന്താണ് ലക്ഷക്കണക്കിന് കോടികൾ നമ്മുടെ ഖജാനയിലുണ്ട്. അത് ഇറക്കിയാൽ മതി ഈ കൂടിയ സമയത്ത് കുറയ്ക്കാൻ. അതായത് അവിടെ കുറയുന്ന സമയത്ത് നമ്മൾ നികുതി കൂട്ടി അങ്ങനെ ബാറേ നിർത്തും. താങ്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ അതിന്റെ ഡാറ്റകൾ, ഇന്ന് പബ്ലിക് ഡൊമൈനിലുള്ള ഡാറ്റകൾ ചൂണ്ടിക്കാണിച്ചത്. UPA ഭരണകാലത്ത് എണ്ണവില പാവങ്ങളുടെ പേരിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി 1,34,000 കോടി മുതൽ 1,48,000 കോടി രൂപ വരെ അവർ കടപ്പത്രങ്ങളിലൂടെ അവർക്ക് കൊടുത്തു. അതിനുള്ള പലിശയാണ് 8.4% എന്ന കൊള്ളപ്പലിശ. അങ്ങനെ ഇത് മുതൽ മുടക്ക് കൂടി 3,23,000 കോടി രൂപ. ഹാഷ്മി കേൾക്കണം, ഞാൻ പറയുന്നതിൽ തരിമ്പ് കളവുണ്ടെങ്കിൽ ഹാഷ്മിയിലെ മാധ്യമപ്രവർത്തകൻ ചൂണ്ടിക്കാണിക്കണം. അന്ന് കോൺഗ്രസ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എണ്ണവില അതിന് നടപ്പിലാക്കാനുള്ള രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവർ ഈ ബോണ്ട് ഇറക്കി. അതിലൂടെ ഇന്ന് കോൺഗ്രസ്സുകാർ പറയുന്നില്ലേ പൈസ കൊടുക്കേണ്ട കഥ, കണക്കിൽ ഉണ്ടായ പണം ഇത് ആരായിരുന്നു ഹാഷ്മി കൊടുക്കുക? നിങ്ങൾ നിഷേധിക്കണം. ഇല്ല, കുറയുമ്പോ അതിന്റെ ഗുണം ജനത്തിന് കിട്ടാതിരിക്കുകയും കൂടുമ്പോ അതിന്റെ ആഘാതം മൊത്തം ജനത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത് അനീതിയാണ്. അത് ഏത് കടപ്പത്രത്തിന്റെ കാര്യം പറഞ്ഞാലും, അത് ഏത് ഭൂതകാലം പറഞ്ഞാലും, ഏത് കടപ്പത്രം പറഞ്ഞാലും അത് അനീതിയാണ് എന്നേ പറഞ്ഞുള്ളൂ. പറയാനുള്ള തന്റെ ഇടം കാണിക്കണം. ഹാഷ്മിയിലെ പൊതുപ്രവർത്തകൻ അത് ഉണ്ടാക്കി വെച്ചവനെ കുറ്റം പറയാനുള്ള ധാർമ്മികതയും ദാർഢ്യവും കാണിക്കണം. ആരുണ്ടാക്കി വെച്ചു? അത് കൊടുക്കാതിരിക്കാൻ പറ്റുമായിരുന്നു? അങ്ങനെ തിരിച്ചു പോകാൻ പറ്റുമോ? ഒരു കാര്യമായിട്ട് നമ്മൾ സമ്മതിക്കണം, കേരളത്തിൽ വിലക്കയറ്റം ഇന്ത്യ രാജ്യത്തെ നമ്പർ 1 ആണ്. അത് എണ്ണ വില കയറുന്നതിന്റെ മുമ്പുണ്ട്. അതിന് ഉത്തരവാദികൾ കേന്ദ്രം മാത്രമായിട്ട് പറയാൻ നമുക്ക് സാധിക്കില്ല. ഇതിൽ നിഷേധിക്കാൻ നമുക്ക് പറ്റുമോ? രണ്ടാമത്, കഴിഞ്ഞ 12 മാസക്കാലമായി നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിന് ഒരുപക്ഷെ ഒരു കാരണമായിട്ട് നമുക്കിപ്പോ എണ്ണയുടെ വിലക്കയറ്റത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ വിലക്കയറ്റത്തിന് കാരണം എണ്ണ വില മാത്രമാവില്ല. പക്ഷെ വിലക്കയറ്റത്തിന്റെ പ്രധാനമായ ഗണ്യമായ ഒരു ഷെയർ വഹിക്കുന്നത് എണ്ണ വില തന്നെയാണ്. അക്കാര്യം തർക്കം വേണ്ട. ശ്രീമതി മേരി ജോർജ്, ഇവിടെ 2021 സാമ്പത്തിക വർഷം മാത്രം ടി പി പറയുന്ന ഈ പറയുന്ന പൂള് അല്ലെങ്കിൽ ഈ പറയുന്ന കടപ്പത്രം ഒക്കെ ഉണ്ടെങ്കിലും 2021 സാമ്പത്തിക വർഷം മാത്രം 3.34 ലക്ഷം കോടി രൂപയാണ് പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടിയിൽ കേന്ദ്ര വരുമാനം. ഗ്ലോബൽ ക്രൂഡ് ബാർ ഞാൻ നേരത്തെ പറഞ്ഞ $30 വരെ കുറഞ്ഞ കാലമുണ്ട്. അന്നൊന്നും ആനുപാതികമായതിൻ്റെ ഗുണം നമുക്ക് കിട്ടിയിട്ടില്ല. സംസ്ഥാനത്തിന് വരുമാന വർധനവുണ്ട്. സമരം, ഭരണം, ഭരണമാറ്റം. പക്ഷെ ഭരണഭാരം അനുഭവിക്കേണ്ടത് ആരാണ്? നമ്മൾ പൊതുജനം. അതാര് ഭരിച്ചാലും. അങ്ങനെയാണോ? ഹാഷ്മി,
എനിക്ക് ഇത്രയും സമയം ഞാൻ കേട്ടോണ്ടിരുന്നില്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ജയേന്ദ്രൻ മാസ്റ്റർ 2002 ജനിച്ചിരുന്നോ എന്ന ഒരു ചോദ്യമാണ്. കാരണം 2002 ഇന്ത്യ ഭരിച്ചത് ആരാണ്? മിസ്റ്റർ വാജ്പേയി ഗവൺമെൻറ് ആയിരുന്നു എന്നാണ് എൻ്റെ ധാരണ. ആ ധാരണ ശരിയാണല്ലോ. 2002 മാർച്ച് 27, 28, 29 ഈ ദിവസങ്ങളിൽ ഒന്നിലാണ് പെട്രോളിയം അതായത് പെട്രോളിയം പ്രൈസസ് വിപണിക്ക് വിടുന്നതിനുള്ള തീരുമാനം പാർലമെൻറ്റിൽ ഒരു ആക്റ്റായിട്ട് കൊണ്ടുവന്ന് പാസ്സാക്കിയ ദിവസമാണ് 2002 മാർച്ച് 27, 28, 29 ആ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് ശേഷം പാസ്സാക്കിയത്. അപ്പോൾ അത് വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണയം വിപണിക്ക് വിട്ടത്. മാസ്റ്റർ പഠിക്കുക. എന്നിട്ട് ഓയിൽ ബോണ്ട് അതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. എന്തിനാണ് ഓയിൽ ബോണ്ട് പുറപ്പെടുവിച്ചിരുന്നത്? ഓയിൽ ബോണ്ട് പുറപ്പെടുവിച്ചിരുന്നത് ഈ മണ്ണെണ്ണ തൊട്ട് പാചകവാതകം തൊട്ട് പെട്രോൾ ഡീസൽ തൊട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വില ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിയന്ത്രിത വിലയ്ക്ക് കൊടുക്കണം, അതായത് സബ്സിഡി കൊടുക്കണം ഒരു വലിയ പരിധി വരെ. അതിനുവേണ്ടി 1973 കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് പോളിസി, ആ പോളിസി അനുസരിച്ചാണ് ഇങ്ങനെ ഈ പെട്രോളിയം കമ്പനികൾക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി കൊടുത്തിരുന്നത്. ആ സബ്സിഡി ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരുന്ന, അതായത് മണ്ണെണ്ണ തൊട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ അതായത് ഈ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് പോളിസി അനുസരിച്ച് ഓരോ ബജറ്റിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ആ പൂളിലേക്ക്, പ്രൈസ് പൂളിലേക്ക് ബജറ്റ് വഴി പണം കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഓയിൽ ബോണ്ട് അടിച്ചിറക്കുന്നത്. ഈ ഓയിൽ ബോണ്ട് അടിച്ചിറക്കുന്നതിനിടയ്ക്ക് വാജ്പേയി ഗവൺമെൻറ്റും അങ്ങനെ അതായത് BJP ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റും മാറി മാറി ഭരിച്ചിരുന്നു. 2002 ആകുമ്പോഴേക്കും വാജ്പേയി ഗവൺമെൻറ്റിന് മനസ്സിലാകുന്നു ഈ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിംഗ് പോളിസി കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ആ പോളിസിയെ മാറ്റിക്കൊണ്ട് ഈ ഇന്ധനത്തിൻ്റെ വില വിപണിക്ക് വിടുന്ന തീരുമാനമെടുക്കുന്നു. പക്ഷേ അപ്പോൾ ആ തീരുമാനം 2002 തന്നെ വിപണിക്ക് വിടാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാണ്? ഓയിൽ പൂൾ അക്കൗണ്ട് വഴി വാങ്ങിയ ഒരുപാട് കടം തിരിച്ചു കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് തിരിച്ചു കൊടുത്ത് കഴിയുന്നത് വരെ ഇതുപോലെ തുടരട്ടെ എന്ന് വിചാരിച്ച് തുടർന്നു. പിന്നെ UPA ഗവൺമെൻറ് 2004 ഭരണത്തിൽ വരുന്നു. UPA ഗവൺമെൻറ് 2010 ആകുമ്പോഴേക്ക് 2010 ആകുമ്പോഴേക്ക് ഈ ഓയിൽ പൂൾ അക്കൗണ്ടിലെ കടം മുഴുവൻ കൊടുത്തു തീർക്കുന്നു. 2010 പെട്രോളിയം പ്രൈസസ് വിപണിക്ക് വിടുന്നു. അതിനുശേഷം വാജ്പേയി ഗവൺമെൻറ് വന്നപ്പോഴാണ് BJP ഗവൺമെൻറ് 2014 വന്നപ്പോഴാണ് ഡീസലിൻ്റെ വില നിർണയം വിപണിക്ക് വിടുന്നത്. അതുകൊണ്ട് ജയചന്ദ്രൻ മാസ്റ്റർ പെട്രോളിയം മിനിസ്ട്രിയുടെ ആ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള തെറ്റ് ആവർത്തിക്കേണ്ടി വരില്ല. അങ്ങനെ വിപണിക്ക് വിട്ട പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആ നിയമത്തിൽ 2002 കൊണ്ടുവന്ന ആക്റ്റിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുന്നുവോ അപ്പോൾ ഇന്ത്യയിലും വില ഉയരും. എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില താഴുന്നുവോ അപ്പോഴൊക്കെ ഇന്ത്യയിലും വില താഴും. അങ്ങനെ പറഞ്ഞ് നിയമം കൊണ്ടുവന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ വിപണിക്ക് വിട്ടു. പക്ഷേ നേരത്തെ ഹാഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ കോവിഡ് കാലത്ത് $30 വരെ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടായി എന്നാണ് ഹാഷ്മി പറഞ്ഞത്. അവിടെ എൻ്റെ ഒരു ചെറിയ തിരുത്ത്, ഏതാനും ദിവസങ്ങളിലേക്ക് $19 അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിൻ്റെയും ഡീസൽ അതായത് ക്രൂഡിൻ്റെ വില താണിരുന്നു. അപ്പോൾ പോലും ഇന്ത്യയിൽ വില കുറച്ചില്ല. അത് ഹാഷ്മി പറഞ്ഞത് ശരിയാണ്. അതായത് ആ നിയമ ഭേദഗതിയിൽ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ ഇവിടെയും കുറയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോവിഡ് കാലമായിട്ട് പോലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിന് തയ്യാറായില്ല. അപ്പം നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം, ഇപ്പോൾ പോലും
ഈ പെട്രോളിയം കമ്പനികളിൽ റിലയൻസ് കമ്പനി ഒഴിച്ച് ബാക്കി കമ്പനികളുടെയൊക്കെ 51% ഷെയറുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പോൾ ആർക്കാണ് ഡിവിഡൻഡ് അഥവാ ലാഭം? നേരത്തെ ഹഷ്മി തന്നെ ബസന്തോ മറ്റോ ചൂണ്ടിക്കാണിച്ചു. അതായത് കോടിക്കണക്കിന് ലാഭം പെട്രോളിയം കമ്പനികൾ, ഇന്ത്യയിലെ പെട്രോളിയം കമ്പനികൾ, അതെ കഴിഞ്ഞ ആഴ്ചയിലാണ് ഹിന്ദു ന്യൂസ് പേപ്പറിൽ ആ കണക്കുകളെല്ലാം വന്നിരുന്നു. ഓരോ കമ്പനി, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തൊട്ടുള്ള കമ്പനികൾ ഉണ്ടാക്കിയ ലാഭം. പക്ഷെ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവരുടെ ലാഭം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ലാഭം കുറഞ്ഞാലും ആർക്കാണ് ആ നഷ്ടം വരുന്നത്? 51% ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാണ് അതിൻ്റെ നഷ്ടമുണ്ടാക്കുക. അപ്പോൾ ബഹനെ ബായി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ് എങ്കിൽ ആ വർധനവ് നിസാരമായി തള്ളിക്കൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ വലിയ വർധനവ് 4 പ്രാവശ്യമായിട്ടുണ്ടായി. അതുപോലെ തന്നെ LPG വാണിജ്യ സിലിണ്ടർ 19 കിലോഗ്രാമിൻ്റെ സിലിണ്ടറിൻ്റെ വില 1544 രൂപയാണ് 7 പ്രാവശ്യമായിട്ട് കൂട്ടിയിരിക്കുന്നത്. അതായത് 3131 രൂപ കൊടുത്താലേ 19 കിലോഗ്രാമിൻ്റെ ഒരു സിലിണ്ടർ കിട്ടൂ എന്ന തരത്തിലേക്ക്. അപ്പോൾ ഹഷ്മി നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ലാഭം, അതായത് ഈ ഷെയറുകളുടെ ലാഭം ഇടിയുന്നുവെങ്കിൽ ആ ഇടിയുന്നതിൻ്റെ നഷ്ടം പേറേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. സാരമില്ല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉയർന്ന വില പെട്രോളിനോ ഡീസലിനോ കൊടുക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ചേർത്തുപിടിക്കൽ ഉണ്ടായില്ല. അതുപോലെ തന്നെ 2002 ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മാറ്റവും ഈ ഗവൺമെൻറ്, അതായത് BJP ഗവൺമെൻറ് ഒരിക്കലും അനുകരിച്ചില്ല, അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഔദാര്യം ചോദിക്കുകയല്ല. അവിടെ ഈ പറഞ്ഞ $19 $30 കുറഞ്ഞ സമയത്തെ നമുക്ക് കിട്ടാത്ത ആനുകൂല്യം കൂടുമ്പോൾ ഞങ്ങൾക്ക് താ എന്ന് ചോദിക്കുന്ന ഔദാര്യമല്ല. എല്ലാ കാലവും ഈ ജനം തന്നെ ഇതിന്റെ ഭാരം അനുഭവിക്കണമെന്ന് പറഞ്ഞ ഇവിടുത്തെ ന്യായമാണ്. ഞാൻ തിരികെ എത്താമേ ഒരു ഇടവേളയ്ക്ക് ശേഷം. വസന്തശ്രീക്ക് ഈ പറയുന്ന പോലെ എന്താണ് ബന്ധു നിയമത്തിനെതിരെ ആഞ്ഞടിക്കുക, അതിനുശേഷം ഭരണത്തിൽ വരുമ്പോഴേക്കും വൈദ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വളരെ സജീവ പെർമനന്റ് പോസ്റ്റിലേക്ക് വരിക, പ്രതിപക്ഷത്തെയും വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിക്കുക, ഭരണത്തിലേക്ക് വരുമ്പോഴേക്കും വെള്ളാപ്പള്ളിയെ കണ്ട് അനുഗ്രഹം വാങ്ങുക തുടങ്ങിയ കലാപരിപാടികൾ അത് ജനത്തെ നേർക്കുനേർ ബാധിക്കുന്നതല്ല നിലപാട് മാറ്റങ്ങളെന്ന് നിങ്ങൾക്ക് കരുതാം. ഇതങ്ങനെയല്ലല്ലോ. ഇതിൽ നിലപാട് മാറല്ലേ? ഇതിന്റെ കൂടി കിട്ടിയ മാൻഡേറ്റാണ് നിങ്ങളുടെ മാൻഡേറ്റ്. അല്ല, കേവലം ബന്ധു എന്ന് പറഞ്ഞ അദ്ദേഹത്തെ അധിക്ഷേപിക്കരുത്. അദ്ദേഹം അവിടുത്തെ KSUവിലൂടെ എല്ലാ കാലത്തും പ്രവർത്തിച്ചു വന്ന KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ ഇരുന്ന് പിന്നീട് ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറി ആയതാണ്. നമുക്ക് ഡിബേറ്റബിളാണ്. ഞാൻ 2-3 കാര്യങ്ങൾ പ്രേംകുമാറിന് ഉത്തരം നൽകാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 ആക്കാൻ നിങ്ങൾക്ക് ഒരു ചിന്തയുടെ ആവശ്യം വന്നില്ലല്ലോ. KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കാൻ അധികം ചിന്തിക്കേണ്ടി വന്നില്ലല്ലോ. നോക്കൂ പ്രേംകുമാർ, നിങ്ങളുടെ 30 വണ്ടിയും 6 കാറും നടുക്കൊരു ബോറ് കാറും എന്ന് പറയുന്നത് പോലെ 30 വണ്ടിയുമായിട്ട് പോയിരുന്ന പിണറായി വിജയന്റെ എസ്കോട്ട് വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി. എത്രയപ്പോൾ വണ്ടിയുള്ളത്? അതെന്താ ചെലവ് ചുരുക്കലിന്റെ ഭാഗമല്ലേ? അല്ലേ? ഇനി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് 2.5 വർഷം കഴിയുമ്പോൾ പെൻഷൻ ആജീവനാന്തകാലം കിട്ടുന്നത് 4 വർഷമാക്കി. അതായത് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരു ടേമിൽ ഒരാൾക്കേ കിട്ടത്തുള്ളൂ പെൻഷൻ. ഒരാൾക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടേമിൽ ഇപ്പം 20 പേരെ വെക്കുന്നു. ആ 20 പേര് 2.5 വർഷം കഴിഞ്ഞ് പിന്നീട് പോയി പെൻഷൻ മേടിച്ച് പിന്നീട് 20 പേര് വരുന്ന പരിപാടി ഒഴിവാക്കി. അത് ഖജനാവിലേക്ക് പൈസ കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. ഞങ്ങളെ കൊണ്ട്, നിങ്ങൾ ജനത്തെ കൊണ്ട് എങ്ങനെയാണോ മുണ്ട് മുറുക്കിച്ചത് ആ പരിപാടി നിർത്തി മന്ത്രിമാരും മന്ത്രിസഭയും മുഖ്യമന്ത്രിയും മുണ്ട് മുറുക്കാൻ തീരുമാനിച്ചു ആദ്യഘട്ടത്തിൽ. അതിൻ്റെ ഭാഗമാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാഹന വ്യൂഹത്തിൻ്റെ വെട്ടിക്കുറയ്ക്കൽ, പേഴ്സണൽ സ്റ്റാഫിൻ്റെ വെട്ടിക്കുറയ്ക്കൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ സർക്കാർ മുണ്ട് മുറുക്കാനാണ് ആദ്യം തീരുമാനിച്ചിരിക്കുന്നത്. 1. 2, അദ്ദേഹത്തിനൊരു ഉത്തരം പറയാം. 15ാം നിയമസഭയുടെ 11ാം സമ്മേളനം നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം 4381 ശ്രീ AP അനിൽകുമാറിനാണ് ചോദ്യം. പ്രസ്തുത അധിക സെസ് ഏർപ്പെടുത്തിയതിലൂടെ സർക്കാർ എന്താണ് ലക്ഷ്യം വെച്ചതെന്നും പ്രസ്തുത ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നും വിശദീകരിക്കാമോ? ഉത്തരം പറയുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ. അന്നത്തെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന സർക്കാരിൻ്റെ പ്രധാന കർത്തവ്യം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ സാമൂഹ്യ സുരക്ഷാ സെസ്
അതിന് പേരിട്ടത് തന്നെ സാമൂഹ്യ സുരക്ഷാ സെസ് എന്നാണ്. അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സെസ്സാണ് ഈ 2 രൂപ അധിക സെസ്. ഇനി നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം, 2523 10ാം സമ്മേളനം ശ്രീ AP അബ്ദുൽ ഹമീദ് ബഹുമാനപ്പെട്ട മെമ്പറിന്റെ ചോദ്യം ബി, ആ ലക്ഷ്യം കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് ഉത്തരം പറയുന്നത് എന്താണെന്ന് അറിയാമോ? സാമ്പത്തികമായി പല പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും സാധിക്കുന്നത്ര സമയത്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ 2 രൂപ അധിക സെസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞവരാണ്. നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാഗ്ദാനം എന്തായിരുന്നു? പൂർണ്ണമായും 1 മാസം പോലും ലാഗ് ഇല്ലാതെ പെൻഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനേ സാധിച്ചിട്ടില്ലെന്ന് നിയമസഭാ രേഖകളിൽ നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തൊരു സംവിധാനം അമ്പേ പരാജയമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മേൽ അധിക സർക്കാരിന്റെ ഹണിമൂൺ പീരീഡ് പോലും കഴിയുന്നതിന് മുമ്പ് ആ സർക്കാരിന് അത് പരാജയപ്പെട്ട സംവിധാനമാണ് 2 രൂപ അധിക വർധന. അപരാജയം ഞങ്ങൾക്ക് വേണ്ട, എടുത്ത് കളഞ്ഞേക്ക് എന്ന് പ്രഖ്യാപിക്കാമല്ലോ. അതിനധികം ആലോചനയുടെ കാര്യമില്ല. ധവളപത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, അവിടെയാണ് പ്രശ്നം. ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്വാഭാവികമായും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാനാണ് ഈ പദ്ധതി. ഏത് സർക്കാരിൻ്റെയാണ്, ആ സർക്കാർ പ്രഖ്യാപിച്ചതാണെങ്കിലും നിലവിൽ അതിലേക്കാണ് ഇത് വകയിരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിന് അധിക വരുമാനം കണ്ടെത്തേണ്ടതായി വരും. ഹാഷ്മി, നമ്മളിപ്പോൾ അത് ക്യാൻസൽ ചെയ്താൽ ഞങ്ങൾ പൂർണ്ണമായി അത് ക്ലോസ് ചാപ്റ്ററാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് അതിന് ആലോചിക്കാനുള്ള സമയം ആവശ്യമാണ്. എന്തിനാണ് ആലോചിക്കുന്നത്? അത് ക്ലോസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ 2 രൂപ അതേ സെസ് അത് വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണ്ടേ? ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി അധിക വരുമാനം എവിടെ നിന്ന് കണ്ടെത്താം എന്നതിനെ പറ്റി പഠിക്കണം. അത് വെറുതെ KN ബാലഗോപാലിൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കുന്ന സാമ്പത്തിക ശാസ്ത്രം കൊണ്ടൊന്നും നമുക്ക് അതിൻ്റെ അത് പരിഹാരം കണ്ടെത്താൻ പറ്റില്ല. അവിടെയാണ് എക്സ്പേർട്ടുകളെ നമ്മൾ ഉപയോഗിക്കുക. അവിടെയാണ് എക്സ്പേർട്ടുകളുമായി സംസാരിക്കണമെന്ന് പറയുന്ന ഒരു സ്പേസ് അത് സർക്കാർ ആവശ്യപ്പെടുന്നത്. സർക്കാർ പറഞ്ഞത് ഇത് പൂർണ്ണമായും ഞങ്ങൾ ക്ലോസ് ചെയ്തു, നിങ്ങളുടെ അടിയന്തര പ്രമേയം പരിഗണിക്കുന്നില്ല, അത് ഒരു കാലത്തും ഞങ്ങൾക്ക് അതൊരു മണ്ടൻ തീരുമാനമാണ്, പറ്റില്ല, നോട്ട് അറ്റ് ഓൾ പോസിബിൾ എന്ന് പറഞ്ഞില്ലല്ലോ. സർക്കാർ പറഞ്ഞ എന്താ? അത് പരിഗണിക്കാം. ഈ പറയുന്ന അടിയന്തര പ്രമേയം നിങ്ങൾ മുമ്പോട്ട് വെച്ച ടേബിൾ ചെയ്തിരിക്കുന്ന അടിയന്തര പ്രമേയത്തിൽ ചില സത്യങ്ങളുണ്ട്, അത് പരിഗണിക്കപ്പെടേണ്ടവയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ അത് പരിഗണിക്കണമെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുമായി കൂടിയാലോചന നടത്തണം. ആ 2 രൂപ അധിക സെസ് വേണ്ട എന്ന് വെക്കുമ്പോൾ ഖജനാവിലേക്ക് ഉണ്ടാവുന്ന നഷ്ടം, ആ നഷ്ടം പരിഹരിക്കാൻ അധിക വരുമാനം എവിടെ നിന്ന് കണ്ടെത്താം എന്നത് പഠിക്കണം. അതിന് സമയം വേണമെന്നാണ് പറഞ്ഞത്. 1. 2 സാമ്പത്തിക ഒന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഒരു 10 സെക്കൻഡ് അവസാനിപ്പിച്ചേക്കാം ഹാഷ്മി, 10 സെക്കൻഡ്. പ്രിയപ്പെട്ട BJP പ്രതിനിധി പറഞ്ഞെന്താ, ഇത് ഇന്ത്യ വിളിച്ചു വരുത്തിയ യുദ്ധമാണോ? ആണെന്നേ. മദർലാൻഡ് എന്ന് ഇന്ത്യയെ വിളിച്ച അതേ നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയി ദിസ് ഈസ് അവർ ഫാദർലാൻഡ് എന്നല്ലേ വിളിച്ചത്? പിതൃഭൂമിയാണ് ഇസ്രായേൽ എന്ന് സംസാരിച്ച ആളാണ് നരേന്ദ്രമോദി. ആ പിതൃഭൂമി ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് എന്ത് നിലപാടാണ് ഇന്ത്യക്ക് എടുക്കാൻ സാധിച്ചത്? നരേന്ദ്രമോദി ഇസ്രായേലിനെ ഫാദർലാൻഡ് എന്ന് പറഞ്ഞത് വേറൊരു കോണ്ടക്സ്റ്റിലാണ് കേട്ടോ. നമ്മുടെ അവിടെ കുറെ ഇസ്രായേൽ ഇവിടെ ഉണ്ട്. അവർക്ക് ഇന്ത്യ മാതൃഭൂമിയും അത് ഇസ്രായേൽ പിതൃഭൂമിയുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ താങ്കൾ പറഞ്ഞ അർത്ഥമല്ല. പോട്ടെ, ഇന്ന് സഭയിൽ VD സതീശൻ പറഞ്ഞ മറ്റൊരു ഉദാഹരണമാണ്, അന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇന്ന് കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കാര്യം ഞാനത് വൈറ്റ് പേപ്പറിൽ സഭയുടെ മുമ്പിൽ വെക്കേണ്ട ഒരു സുപ്രധാനമായ രേഖയാണ്. ആ വൈറ്റ് പേപ്പറിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള പരിമിതികളുണ്ട്. അത് അനൗചിത്യവുമാണ്, ഒരു ഇംപ്രോപ്രൈറ്റി അതിൻ്റെ അകത്തുണ്ട്, അത് നേരത്തെ പറഞ്ഞാൽ. അതുകൊണ്ട് ആ പേപ്പർ വയ്ക്കുമ്പോൾ വളരെ കൃത്യമായ കാര്യങ്ങൾ പറയും. അപ്പോൾ ആ ധവളപത്രം എന്ന ഉമ്മാക്കുകയാണെങ്കിൽ പേടിപ്പിക്കേണ്ട എന്ന് പറയുകയും ചെയ്തു K. പ്രേംകുമാർ MLA. എന്ത് പറഞ്ഞാൽ നിങ്ങൾ വിലക്കയറ്റത്തിൽ സമരമുഖത്തേക്ക് ഇറങ്ങുകയാണ്. CPM-ന്റെ സമരങ്ങൾ ഏത് രീതിയിലുള്ള സമരങ്ങളാണെന്ന് കേരളത്തിന് അറിയാം. സമരം ചെയ്യാൻ CPM-നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ സഭയിലേക്ക് 35 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ പോലും എന്ന് പറഞ്ഞാലും നേരത്തെ വസന്ത് പറയുന്ന പോലെ ഈ സർക്കാരിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് തന്നെ അല്ലേ ഇത്? ശ്രീ K. പ്രേംകുമാർ, ഈ സർക്കാരിനെ അങ്ങനെ മാർക്കിടാനുള്ള സമയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ആയോ? അല്ല, യഥാർത്ഥത്തിൽ സർക്കാരിനെ മാർക്കിടുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരു കാലം കൂടിയാണ്. ഞാനതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ സർക്കാർ ആകെ യഥാർത്ഥത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എന്ന അർത്ഥത്തിലൊന്നുമല്ല. എന്തിനാണ് ഒരു ഗവൺമെൻറ് 11 ദിവസം കൊണ്ട് 1 ലിറ്റർ പെട്രോളിന് 7 രൂപ 53 പൈസ വർദ്ധിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം, 1 ലിറ്റർ ഡീസലിന് 7 രൂപയിലധികം വർദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം, പാചകവാതക സിലിണ്ടറിൻ്റെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നൊരു സാഹചര്യം, അതിരൂക്ഷമായി കേരളത്തിൻ്റെ സമസ്ത മേഖലയിലുമുള്ള മനുഷ്യർ. ഞാൻ ഇന്നലെ പാലക്കാട് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ
അമൃത ട്രെയിനിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ചുണ്ണാമ്പുതറയിൽ ഒരു ഹോട്ടലിൽ ദോശ കോർണർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ദോശ ചോദിച്ചപ്പോൾ പറയാണ് ദോശയില്ല, ദോശ ഈ വിലയ്ക്ക് തന്നാൽ മുതലാവില്ല, നിങ്ങൾക്ക് റോസ്റ്റ് തരാം എന്നാണ് പറയുന്നത്. അപ്പം നാടിൻ്റെ യാഥാർത്ഥ്യം, ജീവിത പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി ഇടപെടുന്നതിന് ഇച്ഛാശക്തി കാണിക്കാൻ തങ്ങൾക്ക് മാൻഡേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞവർ തോമസ് ഐസക്ക് കാണിച്ച മണ്ടത്തരം കാണിക്കേണ്ട. ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? 1 കോടിയിലേറെ രൂപ അല്ല 1 കോടി ലിറ്റർ എണ്ണയുടെ, അതായത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിപണനം കുറയുകയാണ് കേരളത്തിലുണ്ടായത്. അദ്ദേഹം ഇന്ന് സഭയിൽ പറഞ്ഞതാ. അത്രമാത്രം മണ്ടനായൊരു തീരുമാനം LDF എടുത്താൽ അത് തിരുത്താനുള്ള മാൻഡേറ്റിന് സോഷ്യൽ ഇമ്പാക്റ്റ് പഠിക്കണോ? അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രശ്നം. ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ 13 തവണ ഇന്ധനവില ടാക്സ് വർദ്ധിപ്പിച്ചല്ലോ. 3 തവണയെ കുറച്ചുള്ളൂ. 2018 LDF ഗവൺമെൻറ്റും കുറച്ചു. ക്ഷേമ പെൻഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഞാനിപ്പോൾ UDFൻ്റെ പ്രതിനിധി പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് കുറച്ചതിൻ്റെ ലാഭം കൊണ്ടാണ് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് എന്ന് കോൺഗ്രസ്സുകാർ തലയ്ക്ക് വെളിവുള്ള ആരും പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസിന് KPCC അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കിയതായിട്ട് എനിക്കറിയില്ല. എത്രയാ കഴിഞ്ഞ 5 കൊല്ലം 2011-16 UDF ഗവൺമെന്റ് ക്ഷേമ പെൻഷൻ കൊടുത്തത്? 11,000 കോടിയാ. LDF ഗവൺമെന്റ് 21-25 കാലത്ത് കൊടുത്തത് എത്രയാ? 45,000 കോടിയാണ്. 45,000 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ കൊടുത്തത്. LDF സർക്കാർ ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിക്കുന്നത് വരെയുള്ള മാസം പെൻഷൻ കൊടുത്തു. ഇപ്പൊ പെൻഷൻ കൊടുത്തോ? പെൻഷൻ കൊടുത്തിട്ടില്ല. മെയ് 2 മാസമായി. മെയ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പൊ റേഷൻ ഞാൻ ചോദിക്കട്ടെ, അല്ല അല്ല ആർക്കാണ് തലയ്ക്ക് വെളിവില്ലാന്ന് പറഞ്ഞ വ്യക്തിപരമായ ഞാനിതിൽ പറഞ്ഞത് ഈ നിലയിൽ ജനങ്ങളുടെ ജീവിതവുമായി മാൻഡേറ്റ് ഉപയോഗപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ഈ അടിയന്തര പ്രമേയത്തിൽ അല്പം ശരിയുണ്ടെന്നാണ്. അടിയന്തര പ്രമേയം ഒരു നിലയിലും അത് അനുവദിച്ചോ എന്നത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. ഈ അടിയന്തര പ്രമേയം അത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കേണ്ട വിഷയമാണ്, അത് ഭാഗികമായി ശരിയാണ് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഇത്രമാത്രം രൂക്ഷമായൊരു പ്രശ്നം നിങ്ങൾ നോക്ക്. വിലവർദ്ധനവിന്റെ മറ്റൊരു കാര്യം റേഷനുമായി ബന്ധപ്പെട്ടാണ്. 2 മാസത്തെ റേഷൻ നീലക്കാടിനുള്ളത് ഒന്നിച്ചു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു വന്നല്ലോ. ഇപ്പോൾ ഏത് മേഖലയിലാണ് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഒരു ഘട്ടത്തിൽ ഒന്ന് തൊടാൻ കേരളത്തിലെ ഗവൺമെന്റിന് ഈ ദിവസം മതിയായിരുന്നില്ലേ? മറ്റു പല കാര്യങ്ങളിലും എടുത്ത തീരുമാനത്തിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് 100,000 ലിറ്റർ പെട്രോൾ ഡീസൽ ഈ സംസ്ഥാനത്ത് അത്രമാത്രം വിപണനം കുറഞ്ഞ ഒരു കാലത്തേക്ക് തിരിച്ചുപോയപ്പോൾ തങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് കൊണ്ട് ഞങ്ങളിതാ അത് കുറയ്ക്കുന്നു എന്ന് പറയാനുള്ള ഇച്ഛാശക്തി എന്തുകൊണ്ടില്ലാതെ പോയി എന്നതാണ് യഥാർത്ഥത്തിൽ ന്യായമായ ചോദ്യം. അപ്പോൾ ജനജീവിതം, ഇപ്പോൾ ഓട്ടോയുടെ ചാർജ്, ബസ്സിൻ്റെ ചാർജ്, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നം, പാചകവാതകത്തിൻ്റെ വിലവർദ്ധനവ്, വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള മാത്രമല്ല ഈ വിലക്കയറ്റം എന്ന് നിൽക്കുമെന്ന് നോക്കട്ടെ എന്നാണ്. ഇപ്പോൾ 11 ദിവസം കൊണ്ട് ഏതാണ്ട് കേരളത്തിൽ 7 രൂപയിലധികം പെട്രോളിനും ഡീസലിനും വില കൂടി. ആ വില കൂടിയത് ഇനി എന്ന് നിൽക്കും എന്ന് നോക്കട്ടെ, എന്നിട്ട് പഠിക്കാമെന്നാണ്. ഒരു ഡേറ്റ് UDFൻ്റെ പ്രതിനിധിക്ക് ഇപ്പോൾ പറയാൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന ഡേറ്റ് വെച്ച് സെസ് കുറയ്ക്കുമെന്ന് പറയാൻ പറ്റുമോ? എന്ത് പറയട്ടെ, നമുക്ക് കേൾക്കാം, നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് പ്രകാരം ധവളപത്രം അവതരിപ്പിച്ച് ഒരാഴ്ചക്കകം ഞങ്ങൾ 2 രൂപ കുറയ്ക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞോ? UDFൻ്റെ പ്രതിനിധി പറയുന്നുണ്ടോ? എന്ന് കുറയ്ക്കും നിങ്ങൾ? അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ മാൻഡേറ്റ് LDFനെ തിരുത്താനുള്ള മാൻഡേറ്റ് ആണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഐസക്കിന്റെ നയം നടപ്പിലാക്കുന്നത്? നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ ശരിയെന്നല്ലേ? 10 സെക്കൻഡ് സംശയം ബജറ്റ് വരാൻ പോലെ ബജറ്റോടെങ്കിലും തീരുമാനം ഉണ്ടാവും. ശ്രീ പ്രേംകുമാറിനോട് ചോദിക്കാം. അല്ല, ശ്രീ KN ബാലഗോപാലും പിണറായി വിജയനും കഴിഞ്ഞ സഭയിൽ ഉണ്ടായിരുന്ന അംഗമാണ് ശ്രീ പ്രേംകുമാർ. അങ്ങടക്കമുള്ള അന്നത്തെ ഭരണപക്ഷം പറഞ്ഞത് ഈ 2 രൂപ അധിക സെസ് വർദ്ധിപ്പിക്കുന്നത് പെൻഷൻ കൊടുക്കാനാണ് എന്നാണ്. നിങ്ങളുടെ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ആ സോഴ്സ് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സോഴ്സ് പെൻഷൻ കൊടുക്കാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നോ?
അപ്പൊ ഈ സോഴ്സ് അടച്ചാൽ മറ്റെന്ത് സോഴ്സ് ആണെന്ന് പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? അത് ഞങ്ങൾ പറയണമെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാൻ സമയം വേണം. ഇതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യവും അതിന്റെ ഉത്തരവും. അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ സർക്കാർ ഈ 2 രൂപ അധിക സെസ് വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാനാണ് എന്ന് നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് സോഴ്സ് കണ്ടുവച്ചിട്ടാണ് വഴിയുണ്ടോ? ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കേരളത്തിൽ നികുതി ചോർച്ച തടഞ്ഞ് അതും ഒരു മാർഗമായി കണ്ടു ഞങ്ങൾ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഞങ്ങളത് കൊടുത്തുന്നേ. ഞങ്ങൾ 18 മാസം നികുതി ക്ഷേമ പെൻഷൻ കുടിശ്ശിക വെച്ചിട്ടില്ല. ഞങ്ങൾ UDF കാലത്ത് കൊടുത്ത 11,000 കോടി 5 കൊല്ലം ഉമ്മൻചാണ്ടി, ഞങ്ങൾ കൊടുത്തത് 45,000 കോടി 5 കൊല്ലം. ഞങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 90,000 കോടി കേരളത്തിലെ ജനങ്ങൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്ത് വിഷുവിന് ഏപ്രിൽ മാസത്തിൽ 2026 ഏപ്രിൽ വരെ കൊടുത്ത് വാക്കുപാലിച്ച് ഇറങ്ങിപ്പോയ ഗവൺമെന്റാണ്. ഞങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഞാൻ പറഞ്ഞത് ആ സർക്കാർ കാലത്ത് ആ തീരുമാനം മണ്ടൻ തീരുമാനമാണെങ്കിൽ ആ 2 രൂപ പിൻവലിച്ചുകൂടെ എന്നാണ് ചോദ്യം. തുടക്കം മുതൽ നമ്മുടെ ചോദ്യം അതാണ്. പിൻവലിക്കുക എന്നാണ് അതിന്റെ മറുപടി. അതിനപ്പുറം ഇപ്പുറം ആലോചനയില്ല. പിൻവലിച്ച് കളയുക എന്നുള്ളതാണ് ജനത്തോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉപകാരപ്രദമായ കാര്യം. എനിക്ക് ബ്രേക്കിലേക്ക് പോകണം, ഇടവേള. പക്ഷേ TP ഇനിയും ഇന്ധന മുകളിലേക്ക് കയറാൻ തന്നെ ഇരിക്കുന്നു. കാരണം എന്താണ്? ഡൊണാൾഡ് ട്രംപ് അവിടെ ഭരിക്കുന്നു. അവിടെ യുദ്ധം നിർത്താനുള്ള ഏതെങ്കിലും പരിപാടി കാണിക്കുന്നില്ല. സമാധാനം പുലരുന്നില്ല. ഹോർമൂസ് അസ്വസ്ഥമായി കിടക്കുന്നു. ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ കേന്ദ്രം കൈ കെട്ടി നോക്കി നിൽക്കുക. അത് മാത്രമേ ഉള്ളൂ ഈ പഴയ ഭൂതകാലമോ ഏതോ പൂളോ എൻ്റെ പേരും പറഞ്ഞ്? ഹാഷ്മി, താങ്കൾ ഇടപെടാതിരിക്കരുത് എന്നൊന്ന് വിനയപൂർവ്വം അഭ്യർത്ഥനയുണ്ട്. ഡോക്ടർ മേരി ജോർജ്, താങ്കൾ എന്തിനാണ് ഈ ചാനലിൽ വന്ന് ഇതുപോലെ പച്ചക്കള്ളത്തം പറയുന്നത്? ഇത് വസന്തോ മറ്റുള്ളവരോ ആണ് പറഞ്ഞതെങ്കിൽ ഞാൻ നിങ്ങളോട് അംഗീകരിക്കും. താങ്കൾ എന്നോട് പറഞ്ഞു സൈറ്റിൽ പോയി പഠിക്കാൻ. മാഡം, ഞാൻ പഠിച്ചു. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, ആരാണ് സർ വിപണിയുമായിട്ട് ഉൽപ്പന്നങ്ങളുടെ വില കേൾക്ക്. ഞാൻ നിങ്ങളോട് എല്ലാ ബഹുമാനവും വെച്ചല്ല പറയുന്നത്. മാഡം കേൾക്കൂ. മേഡത്തെ പോലുള്ള ഒരു സാമ്പത്തിക വിദഗ്ധയ്ക്ക് അറിയാത്തതാണോ സർ? 2009 മാഡം കേൾക്കണം, കിരിത് എസ് പരീക്കർ എന്നൊരു കമ്മിറ്റി രൂപീകരിച്ച വിവരം മാഡത്തിനുണ്ടോ? 2009 അങ്ങനെ ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചത് ആരാണ് എന്ന് മേഡത്തിന് അറിയുമോ? ആരാണ് വിപണിയുമായി ബന്ധപ്പെടുത്താൻ തീരുമാനമെടുത്തതെന്ന് മേഡത്തിന് അറിയുമോ? വീണ്ടും മേഡം കളവ് പറയുന്നു. നിങ്ങളത് ക്ഷമിക്കേ. നോക്കൂ, 2010 ജൂൺ മാസം 25-ാം തീയതി മാഡം, 2010 ജൂൺ മാസം 25-ാം തീയതി ഡീസൽ ചെയ്യാൻ തീരുമാനിച്ചു. ആരാണ് മേഡം? അവിടെ ഇരിക്കുന്നേ. മേഡം, ഞാൻ എല്ലാ ബഹുമാനവും നിർത്തി പറയുന്നു. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നു. മാഡം, ഈ മിസ്റ്റർ ജയേന്ദ്രൻ 2010 വിപണിക്ക് വിട്ടത് UPA ഗവൺമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇയാൾ എവിടെയായിരുന്നു അത് കേൾക്കാതെ? 2010 വിട്ടത് UPA ആണെന്ന് ഞാൻ പറഞ്ഞു. മേഡത്തിന്റെ ഒരു ആരാധകനാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അല്ല, മാഷ് പറഞ്ഞു. ഞാനത് പറഞ്ഞതാണ്. പോലുള്ളവർക്ക് പറഞ്ഞു തരാൻ ക്ലാസ് എടുത്ത് ആ ക്ലാസ് എടുത്ത നിങ്ങൾ കളവ് പറയുന്നത് ഞാൻ രേഖാപരമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ 2010 ജൂൺ മാസം 25-ന് എന്താ അല്ല, ഹാഷ്മിക്കും വസന്തനും ഈ ചാനലിൽ വന്ന് എന്തും പറയാം. പക്ഷേ ഒരു സാമ്പത്തിക വിദഗ്ധയുടെ കുപ്പായമിട്ട് കളവ് പറയുമ്പോൾ അത് തരണം നിങ്ങൾ. മൻമോഹൻ സിംഗ് തുടങ്ങിയ വെച്ച കാര്യം. കാരണം ഹാഷ്മിയുടെ ഒന്നുകൂടി പറയാം, ഈ മേഡത്തിന്റെ ക്ലാസ്സുകൾ ആരാധന പോലെ കണ്ട ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ അവർ അറിയപ്പെടുന്നത് സതീശന്റെ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പദവിയിലേക്ക് നീങ്ങുമ്പോൾ മേഡം അതിന് ഞാൻ എതിരല്ല. ആ വാർത്തയ്ക്കും ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ പച്ചക്കള്ളം ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ മേഡം അസ്വസ്ഥമാവരുത്. ഈ തരത്തിൽ ഞാൻ കിരിത് എസ് പരീക്കർ എന്ന കമ്മിറ്റിയെ നിശ്ചയിച്ചതിന്റെ ഉദ്ദേശം മേഡം ഒന്ന് ഈ ചോദ്യത്തിന് ശേഷം വ്യക്തമാക്കുമോ? നമുക്ക് ഒരുപാട് ഭൂതകാലത്തിലേക്ക് പോകാനും സമയം യഥാർത്ഥത്തിൽ. പക്ഷേ ഭൂതകാലത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. പോയ കാലത്ത് ഉണ്ടായ തെറ്റുകൾ, പിഴവുകൾ കഴിഞ്ഞു. പുതിയ സർക്കാരുകൾ വരുന്നത് എന്താണ്? പോയ കാലത്തിന്റെ പിഴവുകൾ തിരുത്താൻ വേണ്ടിയല്ലേ? എല്ലാ കാലവും പോയ കാലത്തെ പിഴവുകൾ പറഞ്ഞ് ഇതിന്റെ ഭാരം മുഴുവൻ അക്കാലവും ഇക്കാലവും എല്ലാ കാലവും ജനം അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്. പുതിയ സർക്കാർ ചെയ്യേണ്ടത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം പോയ സർക്കാർ അനീതിപരമായി കൊണ്ടുവന്ന 2 രൂപ അധിക സെസ് അത് നിർത്തലാകുന്നു എന്ന പ്രഖ്യാപനം എത്രയും വേഗം ഈ സർക്കാരിൽ നിന്നുണ്ടാവട്ടെ, വീഡിയോയിൽ നിന്നുണ്ടാവട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.